ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ചെടികൾക്ക് വേണ്ടുന്ന 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 1 സൺലൈറ്റ് ആയിരുന്നു, 2 പോട്ടി മിക്സിന്റെ കാര്യം പറഞ്ഞു, 3 ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയും പറഞ്ഞ്. ഈ വീഡിയോയിലൂടെ ഞാൻ ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളും അത് ഉപയോഗിക്കേണ്ട രീതിയും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം കേട്ടോ. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നാട്ടിലെ പോലെ അല്ല കേട്ടോ നമ്മൾ ഇവിടെ ചെടികൾ വളർത്തുമ്പം. ഇവിടെ ചെടികൾ വളർത്തുമ്പം കറക്റ്റായിട്ട് 14 ദിവസം കൂടുമ്പം നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക തന്നെ വേണം. എന്നാലേ ചെടികൾ നന്നായിട്ട് പൂക്കുകയും നല്ല രീതിക്ക് വളരുകയും ചെയ്യത്തുള്ളൂ. നാട്ടില് നമ്മുടെ മഴ പെയ്യുമ്പോഴും ഇടി വെട്ടുമ്പോഴും ഒക്കെ ചെടികൾക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് അതിൽ കൂടെ കിട്ടാറുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മുടെ മിന്നൽ അടിക്കത്തില്ലേ, അതിൽ കൂടെ ചെടികൾക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാറുണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ മണ്ണും ഒരുപാട് നല്ലതാ. നമ്മളിവിടെ പാക്കറ്റ് മണ്ണൊക്കെ മേടിച്ചല്ലേ ചെടികൾ വെക്കുന്നത്. ആ പാക്കറ്റ് മണ്ണിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടെന്നാ പറയുന്നത്. മാക്സിമം 1 മന്ത് അതുവരെ അതിന് ഗ്യാരണ്ടി ഉള്ളൂ കേട്ടോ. നമ്മൾ അതിനനുസരിച്ച് ചെടികൾക്ക് വളങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് പൂക്കാറില്ല. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിലൂടെയൊക്കെ ഞാൻ ചെടികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുന്നതും ചെറിയ ചെറിയ വളങ്ങൾ കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അതും കൊടുക്കാം, നല്ലതാണ്. പക്ഷേ രാസവളങ്ങൾ ചെടികൾക്ക് 14 ദിവസം കൂടുമ്പോൾ കൊടുത്തിരിക്കണം. എന്നാലേ ചെടികളിൽ നന്നായിട്ട് പൂക്കാറുള്ളൂ. സമ്മർ ടൈമിൽ കൊടുക്കാൻ പാടില്ല കേട്ടോ, വിന്റർ ടൈമിൽ മാത്രം. സമ്മർ ടൈമിൽ ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഇപ്പം പറയുന്നത് വിന്റർ ടൈമിൽ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും ചെയ്യുക കേട്ടോ, എന്നാലേ ചെടി നന്നായിട്ട് പൂക്കത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ 3 വളങ്ങളാണ്. ഇത് DAP എന്ന് പറയുന്ന ഒരു വളമാണ്. നാട്ടിലുമൊക്കെ ഇട്ട് നിങ്ങൾ നാട്ടിലെ ചെടികൾക്കൊക്കെ എല്ലാവരും ഇടുന്ന ഒരു വളമാണ് DAP. ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. 1/2 കിലോയും 1 കിലോയും ഒക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് NPK ആണ്, 19 19 19. ഇത് സീവീഡ് സൊല്യൂഷൻ എന്നും പറഞ്ഞൊരു വളമാണ്. ഇത് നമ്മുടെ കടലിൽ നിന്ന് എടുക്കുന്ന പായലിൽ നിന്ന് കിട്ടുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 വളത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഷോർട്ട് വീഡിയോയിൽ ഇത് ഓരോന്നും യൂസ് ചെയ്യുന്നത് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകുമേ. ആദ്യം നമുക്ക് NPK പറ്റി പറയാം. NPK 19 19 19 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചെടികൾ പൂക്കാനും ഒക്കെ നല്ലതാണ്. ഇത് ഞാൻ ഇൻഡോറിനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. 1 ലിറ്റർ വെള്ളത്തിൽ ഇതിൽ കിടക്കുന്ന ഈ ഒരു സ്പൂണിന് 1 സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂണാണ് കേട്ടോ. പക്ഷേ ഇൻഡോറിനാണെന്നുണ്ടെങ്കിൽ 1/2 സ്പൂണ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. 14 ദിവസം കൂടുമ്പം ഈ വളങ്ങൾ മാറി മാറി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒരേപോലെ അല്ല എല്ലാ 14നും NPK അങ്ങനെയല്ല. ഈ ആഴ്ച NPK ഇടുന്നെങ്കിൽ അടുത്ത ആഴ്ച DAP ഇട്ട് കൊടുക്കും, പിന്നത്തെ ആഴ്ച സീവീഡ് ഇടും, പിന്നത്തെ ആഴ്ച NPK ഇടും. അങ്ങനെ മാറി മാറി ഇടുന്നേ കേട്ടോ. ഇൻഡോറിനും ഈ വളങ്ങൾ 3ഉം ഇൻഡോറിനും ഇട്ട് കൊടുക്കാറുണ്ട്. NPK ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, വെയിലാറി അതായത് 4 മണിക്ക് ശേഷമാണ് ഞാൻ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പിന്നാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാറുമുണ്ട് കേട്ടോ. ഇതേ സെയിം അളവിൽ തന്നെ 1 ലിറ്ററിന് 1 സ്പൂണ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുമുണ്ട്, സ്പ്രേ ചെയ്ത് കൊടുക്കാറുമുണ്ട്. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ഇലകളുടെ അടിയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് NPK യൂസ് ചെയ്യുന്നത്. ഇൻഡോറിനും കൊടുക്കാറുണ്ട്, അളവ് കുറച്ചിട്ട് 1/2 സ്പൂണ് 1 ലിറ്ററിൽ വെച്ചിട്ട് 14 ദിവസത്തിൽ ഒരിക്കൽ ഇൻഡോറിനും കൊടുക്കാറുണ്ട്. അപ്പോൾ NPK ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് DAP നോക്കാം. DAP ഒരു നമ്മുടെ കുരുമുളക് പോലൊക്കെ ഏകദേശം ഇരിക്കും കേട്ടോ. ഇത് വെള്ളത്തിലോട്ട് ചെല്ലുമ്പോൾ അങ്ങ് അലിഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. നാട്ടിൽ കിട്ടുന്ന സെയിം DAP ആണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല സൂപ്പർ വളമാണ്, പ്രത്യേകിച്ച് ഇൻഡോറിന് ഇത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഗ്രോത്ത് വരുന്നുണ്ട് പെട്ടെന്ന് കേട്ടോ. അതുകൊണ്ട് ഇതൊരു നല്ല വളമാണ്, മേടിച്ച് ഉപയോഗിച്ച് നോക്കണം. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ 2നും ഉപയോഗിക്കാറുണ്ട്. ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ. ഒരിക്കലും അളവ് കൂടി പോകല്ല, കുറച്ച് അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല. ചട്ടിയുടെ അളവനുസരിച്ചാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. ഞാനത് ഷോർട്ടിലിടാം കേട്ടോ. ഇപ്പോൾ എനിക്ക് വളവിടുന്ന ഒരു ടൈമല്ല, ഷോർട്ടിലിടാം. നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ NPK ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 14 ദിവസത്തിന് ശേഷമേ DAP ഇടാവൂ കേട്ടോ. ഉടനെ ഇട്ട് കൊടുക്കല്. 14 ദിവസത്തെ ഗ്യാപ്പ് ചെടികൾക്ക് നല്ലതായിട്ട് വേണം. അളവ് കൃത്യമായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചിടുന്നത് തന്നെയാണ് ബെറ്റർ.
DAP നല്ലൊരു വളമാണ്, പ്രത്യേകിച്ച് ഇൻഡോറിന്. ഞാൻ ഇൻഡോറിന് DAP യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നന്നായിട്ട് കിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു പ്ലാന്റൊക്കെ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചിട്ട് മണ്ണിൽ നട്ടു കൊടുക്കുമ്പം ഈ DAPയും കൂടി ചേർത്തിട്ട് നട്ടു കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് അത് മണ്ണിൽ കിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരു പ്ലാന്റ് മേടിച്ച് റീപോർട്ട് ചെയ്യുന്നതല്ല. നമ്മളൊരു പ്ലാന്റിൻ്റെ തണ്ട് കിട്ടിയിട്ട് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം അത് നടുമ്പം ഈ DAPയും കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് അത് മണ്ണിൽ വേര് പിടിച്ച് നല്ലതായിട്ട് കിളിക്കുന്നുണ്ട് കേട്ടോ. DAP നല്ലൊരു വളമാണ്, മേടിക്കാൻ പറ്റുന്നവർ മേടിക്കുക. ആമസോണിൽ കിട്ടും, വലിയ വിലയില്ല. അപ്പോൾ DAP ഇനിയിപ്പോൾ ഇടുന്നത് എങ്ങനെയാണെന്ന് ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ മൂന്നാമത്തെ വളമാണ് സീവീഡ് സൊല്യൂഷൻ. ഇതും അളവുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ആണ് ഇടുന്നത് ഔട്ട്ഡോർ പ്ലാന്റ്സിന്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml ആണ് ഇൻഡോർ പ്ലാന്റ്സിന്. 2 പ്ലാന്റ്സിനും ഞാനിത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ DAP ഇന്നിപ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ 14 ദിവസം കഴിഞ്ഞിട്ട് സീവീഡ് കൊടുക്കാറുണ്ട്. ഇത് വെള്ളത്തിൽ ഒഴിച്ചിട്ടാണ്, ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ല. വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു വളമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിത് വെള്ളത്തിൽ കലക്കുമ്പോൾ തന്നെ ഒരു പായലിൻ്റെ സ്മെല്ല് വരാറുണ്ട് കേട്ടോ. ഇതിനൊരു മൈനസ് ഉള്ള എന്താണെന്നറിയാമോ? ഇതാ നിങ്ങൾ കണ്ടോ, ഈ മേശപ്പുറത്ത് ഞാൻ കൊണ്ടുവച്ചപ്പം അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇച്ചിരി പറ്റിയതാണ്. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് നമുക്ക് നീറ്റാക്കാൻ കുറച്ച് പാടാം. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പോട്ടിലോ അല്ലെങ്കിൽ ടബിലോ ഒക്കെ ഇത് പറ്റിയാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തേക്കണം കേട്ടോ. ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു കറ പോലെ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ചെടിയുടെ ചട്ടിയിൽ നിന്നും ടബിൽ നിന്നും ഒക്കെ പോകാൻ കുറച്ച് പാടാം. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഷോർട്ട് വീഡിയോയിലിടാം. അപ്പോൾ ഈ 3 വളങ്ങളാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഷോർട്ടിലൂടെ ഞാൻ ഇതിൻ്റെ അളവ് കാണിച്ചിട്ട് എങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് ഒന്ന് ഷോർട്ടിലും കൂടി ഇടുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും കേട്ടോ. അപ്പോൾ ഈ 3 വളങ്ങളാണ് ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് 3. ചെടികൾക്ക് കറക്റ്റായിട്ട് വളവും കൂടെ കൊടുത്താലേ ചെടികൾ നന്നായിട്ട് വളരത്തുള്ളൂ കേട്ടോ.